നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശകനം മുടക്കം വേറൊരുത്തം വരുന്നുണ്ട്. നല്ല കണിയാ. ഇവനെ കണ്ടിട്ട് പോയാൽ രഘുവേട്ടന്റെ ഒരു കാര്യവും നടക്കില്ല. അമ്മാവനില്ലേ അമ്പിളി? ഇല്ല, അച്ഛൻ അനുവിനെ കൊണ്ടുവിടാൻ പോയി. രഘുവേട്ടൻ ഇവിടെ നിൽക്കി, ഞാൻ ഭാനുമയോട് പറയാം. അവരെന്തെങ്കിലും പറഞ്ഞവനെ ഒഴിവാക്കും. ചീരു, നീ എന്തായി കാണിക്കുന്നേ? ഇതൊന്നും ചെയ്യാൻ ഇവിടെ വേറെ ആരുമില്ലേ? എന്റെ ചിരു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇപ്പൊ ഇത്തരം ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ കുഞ്ഞിനാ അതിന്റെ ദോഷം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കൂടെ കൂടെ ഇങ്ങോട്ട് കയറി വന്ന് എന്നെ ശല്യം ചെയ്യരുതെന്ന്? ഇതെന്തൊരു കഷ്ടം ഇത്. എന്താ വിനയ, രാവിലെ തന്നെ നിനക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ വന്നത് അച്ഛനെ കണ്ടൊരു കാര്യം പറയാനാ. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചീരുവിനെ കഷ്ടപ്പെടുന്നതിനെ കുറിച്ചാ. 9 മാസം ഗർഭിണിയായ ചീരുവിനെ കൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ വിഴുപ്പലക്കിക്കാൻ നാണമില്ലേ അമ്പിളി ചേച്ചി? ദേവനയ, നീ കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. ഇവിടെ തുണി കഴുകുന്നത് വാഷിംഗ് മെഷീനില്ല. ഭാനുവും അത് ചെയ്യുന്നതിനിടയിൽ ചീരു അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിരിക്കാൻ കൊണ്ടുവന്നതാ. ഇതൊക്കെ എന്തിനാ ഇയാളെ ബോധ്യപ്പെടുത്തുന്നേ? എന്റെ വീട്ടിൽ വെച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നിങ്ങൾ ആരാത് ചോദിക്കാൻ? ആദ്യം സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കും. മറ്റുള്ളവരോ? നീ എന്താ ചീരു ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്നെ തള്ളി പറഞ്ഞാലും നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലാതാവുന്നില്ലല്ലോ. ആ, രഘുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതെന്ത് പണിയാ രഘുവേട്ടാ? നിങ്ങളുടെ ഡ്രസ്സ് അലക്കി തേച്ച് തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാര്യയുടേതല്ലേ? ഗർഭിണിയായ എന്റെ ഭാര്യയെ കൊണ്ട് ജയിക്കുന്നത് എവിടുത്തെ മര്യാദയാ? പിന്നെ രാവിലെ എന്നെ കയറി ഒരുമാതിരി വർത്താനം പറഞ്ഞ എന്റെ വിധം മാറും. പറഞ്ഞേക്കാം. ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ചീര് വിരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് നിങ്ങളുടേതല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വലിയ ബിസിനസ്സുകാരനല്ലേ? ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ജോലിക്കാരെ വെക്കണം. അല്ലാതെ ഒരു ഗർഭിണിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ല വേണ്ടത്. ചീരു ഇതൊക്കെ ചെയ്യുന്നത് നീ കണ്ടില്ലേടി? നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവന്റെയൊക്കെ വാലിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരുമായിരുന്നോ? അയാൾ എന്തോ പുലമ്പുന്നതിനും രഘുവേട്ടൻ അമ്പിളി ചേച്ചിയെ വഴക്ക് പറയണ്ട. എനിക്ക് ഇവിടെ സ്വൈര്യം തരാതിരിക്കാനാ ഈ മനുഷ്യൻ വന്നേക്കുന്നത്. രഘുവേട്ടൻ ആദ്യം ഇയാളോട് ഇവിടുന്ന് പോകാൻ പറ. കേട്ടല്ലോ പിന്നെ, ചീരുവിനെ കുഞ്ഞുങ്ങൾ ഓർത്ത് മാത്ര ഞങ്ങൾ നിന്നെ സഹിക്കുന്നേ. ഇവൾക്ക് നീ ഇവിടെ വരുന്ന ഇഷ്ടമല്ലെങ്കിൽ നീ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ തന്നെ ഇറക്കി വിടാനൊന്നും പറ്റില്ല രഘുവേട്ടാ. എന്റെ മക്കളെ ഇവിടെ വന്ന് കാണാനുള്ള അനുവാദം അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. അച്ഛൻ വരട്ടെ. ചീരുവിന്റെ വയറ്റിൽ വളർന്ന എന്റെ കുഞ്ഞിനോട് നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരത അച്ഛൻ കൂടി അറിഞ്ഞിട്ടാണോന്ന് എനിക്കൊന്നും അറിയണം. നിന്നോടല്ലേ പറഞ്ഞ് ഇറങ്ങി പോവാൻ? അവനെ തല്ലി രഘുവേട്ടന്റെ കയ്യാ നാറുന്നേ. രഘുവേട്ടൻ കമ്പനി പോ നോക്ക്. ഇവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടോളാം. ഓ അതെ രഘുവേട്ട, ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടും എന്ത് വേണേലും ആവാം. രഘുവേട്ടന്റെ സമയം വിലപ്പെട്ടതാ. രഘുവേട്ടൻ പോവാൻ നോക്ക്. ഓ ഇറങ്ങിപ്പോ. അതെ, ചീരുവിന്റെ പ്രസവത്തിലൊന്നും ഞാൻ ആരുടെ തലയെ കെട്ടിവെക്കില്ല. അതിനുള്ള പണം വിനയൻ എവിടെന്നെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരും. അതുകൊണ്ട് ചീരുവിനെ ജോലി ചെയ്യിപ്പിച്ച് ആരും ആ കാശ് ഈടാക്കാനൊന്നും നോക്കണ്ട. അവസാനമായിട്ട് പറയാ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ. ഇനി നിന്നെ ഇവിടെ ഞാൻ കണ്ട അതോടെ തീരുവല്ല. അല്ല വേണ്ട, ഇവൻ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ. അവൻ ഇവിടുന്ന് പോകത്തില്ല. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ ഇവിടെ തന്നെ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞു. അതെ രഘുവേട്ട, അട്ടേ പോലെ ഇവിടെ ഒട്ടി നിൽക്കണം. അതിനുള്ള അടവ് പ്രശ്നം വഷളാവത്തേ ഉള്ളൂ. അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ രഘുവേട്ട. ദൈവമേ, എന്താ ചെയ്യാ?
വിനയ വിനയ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ ദാ അപ്പുറത്തോട്ട് പോയിരിക്ക. വാ മക്കളെ, വാ പതുക്കെ. വാ അങ്ങോട്ട് പോയിരിക്കാം. വാ ദാ ഇങ്ങോട്ട് ഇരിക്ക. ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്നോട്ടെ. അവൻ ഇവിടെ കിടക്കട്ടെ മക്കളെ. അവന് ക്ഷീണം മാറുമ്പോ എഴുന്നേറ്റ് പോയിക്കോളൂ. അമ്പിളി മോളെ വിളിച്ചോണ്ട് അകത്തോട്ട് പോകും. വാ. ആമയെ പോലീസ് വിളിപ്പിച്ച് എന്തിനായിരിക്കും അങ്കിള്? ഇനി ആ സുദർശന്റെ ആൾക്കാരുടെ കളിയായിരിക്കും. അതും പ്രതീക്ഷിക്കണം. എന്തായാലും ആമയും കുഞ്ഞും ആ വീട് വിട്ട് പോയെന്ന് അറിഞ്ഞിട്ടാണ് പോലീസ് വിളിപ്പിച്ചത്. എനിക്ക് പേടിയൊന്നുമില്ല വിളിച്ചതിന്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും അവരിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണെന്ന് അറിയണ്ടേ? ഞാനൊന്ന് പോയി നോക്കാം. അല്ലെങ്കിൽ അവരന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അത് വേണ്ട രഘു, നീ ആമയും കൂട്ടി സ്റ്റേഷൻ വരുന്നു. വേണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എനിക്കൊരു ടാക്സി ഏർപ്പാടാക്കി തന്നാ മതി. ഏയ്, അതിന്റെ ആവശ്യമില്ല. നിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ ഞങ്ങൾക്കാ. ആമ ഇപ്പൊ ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. എന്നാ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. മോളെ കൊണ്ടുപോണ്ട, അവിടെ സുമ നോക്കിക്കോളും. ശരി അങ്കിൾ. ആ വിനയനെ കൊണ്ട് വലിയ ശല്യമായല്ലോ അങ്കിളെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ കയറി വന്നിട്ട് ആവശ്യമില്ലാത്ത ഓരോന്ന് പുലമ്പിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് അറിഞ്ഞ് കൈവെക്കേണ്ടതായിരുന്നു. പിന്നെ എല്ലാരും കൂടി തടഞ്ഞതുകൊണ്ട് പിടിച്ചൊന്ന് തള്ളിയതേ ഉള്ളൂ. അപ്പോഴേ വീണു അവൻ. അവനെ തൊടുമ്പോ സൂക്ഷിക്കണം രഘു. വല്ല മയക്കുമരുന്നും വലിച്ചേറ്റിരിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ തീർന്നു പോകും. പിന്നെ ഭാനുമേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിനയ, മോനെ വിനയ, കണ്ണു തുറക്ക് മക്കളെ. ഇനിയിപ്പോ എന്ത് ചെയ്യും മക്കളെ? ശ്വാസമില്ലേ ഭാനുമേ?